അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് പഠനം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ദുആ ചൊല്ലാറുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഅഹു ഫൈൻ അംസക്ത നഫ്സി ഫർഹംഹാ ഫൈൻ അർസൽതഹാ ഫഹ്ഫൽഹാ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഒരാൾ കിടക്കാൻ തൻ്റെ വിരിപ്പിലേക്ക് പോയാൽ ആ വിരിപ്പ് നന്നായി കുടയണം. അതിനകത്ത് എന്താണ് ഉള്ളത് എന്നറിയില്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ പറയണം, ബിസ്മിക റബ്ബി, എൻ്റെ റബ്ബേ, എൻ്റെ നാഥ, നിൻ്റെ നാമത്തിൽ വളയത്തു ജംബി, ഞാനിതാ ഉറങ്ങാൻ കിടക്കുന്നു, എൻ്റെ പാർശ്വം ചായ്ക്കുന്നു. പബിക അർഫാഹു, നിൻ്റെ നാമത്തിൽ തന്നെ ഞാൻ ഉണർന്നെഴുന്നേൽക്കുകയും എൻ്റെ ശരീരത്തെ ഉയർത്തുകയും ചെയ്യുന്നു. ഫൈൻ അംസക്ത നഫ്സി ഫർഹംഹാ, നീ അതിനെ എങ്ങാനും പിടികൂടിയാൽ അതിനോട് നീ കരുണ കാട്ടേണമേ. വൈൻ അർസൽതഹാ ഫഹ്ഫൽഹാ, എന്നാൽ നീ അതിനെ വിട്ടയച്ചാൽ അതിനെ നീ സംരക്ഷിക്കണമേ. മിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ, നിന്റെ സച്ചരിതരായ അടിമകളെ സംരക്ഷിക്കുന്നത് പോലെ. ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ചൊല്ലേണ്ടതായ വിവിധ ദുആകൾ നമുക്ക് പരിചയമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അത്തരം ദുആകളിൽ സവിശേഷമായ ആശയ പ്രാധാന്യമുള്ള ഒരു ദുആയാണ് ഇത്. അല്ലാഹുവേ, നിന്റെ നാമത്തിലാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്, നിന്റെ നാമത്തിലാണ് ഞാൻ ഉണർന്നെഴുന്നേൽക്കുന്നത്. ഈ ഉറക്കത്തിൽ നീ എന്നെ പിടികൂടിയാൽ, ഈ ഉറക്കം എങ്ങാനും നിത്യ ഉറക്കത്തിലേക്ക്, മരണത്തിലേക്ക് വഴുതി വീണാൽ, നീ എന്നോട് അങ്ങേയറ്റം കരുണ ചെയ്യണം. അങ്ങനെ എത്രയോ പേരുണ്ടായിട്ടുണ്ട്. ഉറങ്ങാൻ കിടന്ന് പിന്നീട് തൊട്ടുണർത്തുമ്പോൾ, വിളിച്ചുണർത്തുമ്പോൾ എന്നേക്കുമായി ഉറങ്ങിപ്പോയവർ, മരണമടഞ്ഞവർ, പരലോകത്ത് മാത്രം ഇനി ഉണരുന്നവർ. എന്നാൽ ഈ പ്രാർത്ഥനയിൽ അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ നീ കരുണ ചൊരിയണമേ എന്ന വല്ലാത്ത ഒരു ദുആയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൈൻ അർസൽതാ ഫഹ്ഫൽഹാ, അഥവാ ഇനി മരണത്തിലേക്ക് വഴുതി വീണില്ല, ഞാൻ ഉണർന്നെഴുന്നേറ്റാൽ ഭൂമിയിലേക്ക് വീണ്ടും വ്യാപരിക്കാൻ എനിക്ക് സാധ്യമായാൽ, നീ നിന്റെ സച്ചരിതരായ അടിമകളെ സംരക്ഷിക്കുന്നത് പോലെ എന്നെ സംരക്ഷിക്കണമേ എന്ന പ്രാർത്ഥന. അഥവാ എങ്ങനെയെങ്കിലും അങ്ങ് ഉണർന്നെഴുന്നേറ്റ് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, നിന്റെ അബ്ദ് സ്വാലിഹ്, നല്ല അടിമ ഏതുപോലെയാണോ ജീവിക്കുന്നത്, എപ്രകാരമാണോ നല്ല അടിമയെ നീ സംരക്ഷിക്കുന്നത്, അതുപോലെ സംരക്ഷിക്കണമേ എന്ന പ്രാർത്ഥന. മരണപ്പെടുകയാണെങ്കിൽ കാരുണ്യം കാണിക്കാനും വീണ്ടും ജീവിതം തുടരുകയാണെങ്കിൽ നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുമുള്ള വല്ലാത്ത അർത്ഥവ്യാപ്തിയുള്ള പ്രാർത്ഥനയാണ് ഇത്. അർത്ഥം ആലോചിച്ച് ഉൾക്കൊണ്ട് വളരെ ആത്മാർത്ഥമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഇത്. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെയും നമുക്ക് ഈ രാത്രി എൻ്റെ അവസാന രാത്രിയാകാം, ഒരുപക്ഷെ ഈ രാത്രി ഉറക്കത്തിൽ നിന്നും മരണത്തിലേക്ക് ഞാൻ വഴുതി മാറാമെന്ന ചിന്ത കൂടി നമുക്ക് നൽകുന്നുണ്ട്. മരണത്തെ കൂടി നിരന്തരം ഓർമ്മിപ്പിക്കുന്ന, സ്മരിപ്പിക്കുന്ന പ്രാർത്ഥന എന്ന നിലക്കും ഈ പ്രാർത്ഥന അതിപ്രാധാന്യമേറിയതാണ്. അതിനാൽ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നിർവഹിച്ചിരുന്ന ഈ പ്രാർത്ഥന അതുപോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമാകണം. മരണത്തെ നിരന്തരം ഓർക്കാനും ജീവിക്കുകയാണെങ്കിൽ നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിക്കാനും എനിക്ക് ഉദവി നൽകണമേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന വളരെ ഗൗരവപ്പെട്ട ഈ പ്രാർത്ഥന, അതിൻ്റെ ഗൗരവത്തിൽ തന്നെ നാം സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.